ചാർട്ട് അനലൈസിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിറ്റ്കോയിൻ്റെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വന്ന് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ലെവലിലാണ്. സപ്പോർട്ട് ലെവൽ വാലിഡ് ആണോ നമുക്ക് നോക്കാം. കൃത്യമായിട്ട് നോക്കുമ്പോൾ നിയറസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഈ സപ്പോർട്ടിൽ നിന്ന് പ്രൈസ് റിയാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്കാണ് പ്രൈസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ഈ ഒരു സപ്പോർട്ടിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ നിങ്ങൾ കാണണം. പ്രൈസിൽ നടക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ സെയിം ലെവലിൽ തന്നെ മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ആയിട്ടൊരു ബൈ ട്രേഡ് പരിഗണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരിക്കലും ഒരു സെൽ ട്രേഡിലേക്ക് നിങ്ങളിവിടെ പോകരുത്. ഒരു സെൽ ട്രേഡിലേക്ക് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമുക്ക് ലോ എൻട്രി പോകാം. പക്ഷേ അവിടെയുള്ള റിസ്ക് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യേണ്ടത് ഒരു ബൈ ട്രേഡിലേക്കാണ്. ആ ബൈ ട്രേഡ് എടുക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മറ്റൊരു ട്രെൻഡ് ഉണ്ടാകുന്നുണ്ടോ, ഇവിടെ മാർക്കറ്റ് അതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ട്രക്ചർ ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിലും കൂടെ വേണ്ട ആവശ്യമുണ്ട്.